നമസ്തേ. ഒരിക്കൽ നായാട്ടിനായി കമ്പം പൂണ്ട ദശരഥ മഹാരാജാവ് അമ്പും വില്ലും എടുത്തുകൊണ്ട് അർദ്ധരാത്രിക്ക് നദീതീരത്തുള്ള കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ദാഹാർത്തരായ മാതാപിതാക്കളുടെ നിയോഗമനുസരിച്ച് ഇരുട്ടത്ത് വന്ന മുനികുമാരൻ കുടം വെള്ളത്തിൽ മുക്കിയപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് ആനയുടെ തുമ്പിക്കൈയിൽ വെള്ളം കയറുന്ന ശബ്ദമാണെന്ന് ധരിക്കുകയും അസ്ത്രം തൊടുത്തുവിടുകയും ചെയ്തു. മുനികുമാരൻ്റെ മേൽ ചെന്ന് തെറിച്ച അമ്പ് ആ ബാലന്റെ പ്രാണഹത്യയ്ക്ക് കാരണമായി. തൻ്റെ നിയോഗം ഇതാണെന്നും അതാർക്കും തടുക്കാനാവില്ലെന്നും വാർദ്ധക്യം പൂണ്ട് അന്ധരായ തൻ്റെ മാതാപിതാക്കളോട് സത്യാവസ്ഥ ധരിപ്പിക്കുന്നത് മൂലം മഹാരാജാവിനോട് തൻ്റെ മാതാപിതാക്കൾ ക്ഷമിക്കുമെന്നും ഈ ദാഹജലം അവർക്ക് നൽകി അവരുടെ ദാഹം ശമിപ്പിക്കണമെന്നും മരണത്തിനിടെ ദശരഥനോട് ബാലകൻ പറയുന്നു. അതുകേട്ട മഹാരാജാവ് വെള്ളം നിറച്ച കുടവുമായി സംഭ്രമത്തോടെ ദമ്പതിമാരിയ്ക്കുന്ന സ്ഥലത്ത് ചെല്ലുകയും ഉണ്ടായ സംഭവങ്ങൾ ധരിപ്പിക്കുകയും മകന്റെ ജഡശരീരം കാട്ടിക്കൊടുക്കുകയും ചെയ്തു. കഷ്ടം കഷ്ടം കർമ്മഫലം എന്നു പറഞ്ഞ് അവർ മകന്റെ ശരീരം തൊട്ട് തലോടി. ദമ്പതിമാരുടെ തന്നെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് ചിത കൂട്ടി. പുത്രനോടൊപ്പം ആ വൃദ്ധ ദമ്പതികൾ ആ ചിതയിൽ പ്രവേശിച്ച് തൻ്റെ ദേഹം ദഹിപ്പിച്ച് ദേവലോകം പോകി. പുത്രനഷ്ടത്താൽ ദശരഥ മഹാരാജാവിനെ പുത്രദുഃഖത്താൽ തന്നെ നീയും മരിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് വിലാപിച്ചുകൊണ്ട് രാജാവ് പിന്നെയും പിന്നെയും ശ്രീരാമദേവനെ തേങ്ങി വിളിച്ചുകൊണ്ട് സ്വർഗലോകം പോകുന്നു. ഇന്ന് കർക്കിടകം 15 അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിൽ നിന്നും ദശരഥന്റെ ചരമഗതി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേനതി പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറുക നീ. പ്രാണൻ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ.
വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൻ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽ പെരുമാറ്റം മതിയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചിത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം. വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേയെടുത്തതിദീനതയോടു മകനുടൽ കാട്ടിയിടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും. ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതപോതനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യമസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമാ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളോടും തിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.